NSSും നായർ സർവീസ് സൊസൈറ്റി, SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം അല്ലെങ്കിൽ SN ട്രസ്റ്റ്, അതുപോലെ തന്നെ MES ക്രിസ്ത്യൻ സംഘടനകൾ, ഇവർക്കെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. സ്വതന്ത്ര കേരളത്തിൽ അല്ലെങ്കിൽ കേരളം രൂപീകരിച്ചതിന് ശേഷം 57 ഗവൺമെൻറ് പോകാനുള്ള ഒരു പ്രധാന കാരണം വിമോചന സമരമാണ്. അന്ന് മുതൽ വിദ്യാഭ്യാസ രംഗം എന്നും കലുഷിതമാണ്. കാരണം ഇതിനകത്തുള്ളൊരു തമാശ, കൂടുതൽ കോളേജ് അനുവദിക്കുക, സ്കൂൾ അനുവദിക്കുക, കോഴ്സ് അനുവദിക്കുക, അപ്ഗ്രേഡ് ചെയ്യുക, അഫിലിയേറ്റ് ചെയ്യുക, അധ്യാപകരെ നിയമിക്കാനും അനധ്യാപകരെ നിയമിക്കാനുള്ള സാങ്ഷൻ കൊടുക്കുക, അതിനുള്ള കമ്മിറ്റി അംഗത്തെ കൊടുക്കുക, ഇങ്ങനെ വലിയ പ്രോസസ്സാണ് ഇത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം പലപ്പോഴും ഘടകകക്ഷികളാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപൂർവം ഘട്ടങ്ങളിൽ മാത്രമാണ് CPMൻ്റെ 2-3 ഭരണത്തിൽ മാത്രമാണ് അത് പ്രധാന കക്ഷിയായ CPM, MA ബേബി, CN രവീന്ദ്രനാഥ്, പ്രൊഫസർ സി, ഇങ്ങനെ 2-3 ബാക്കിയെല്ലാം ഘടകകക്ഷികളാണ്. പ്രത്യേകിച്ച് UDF വരുമ്പോൾ ഘടകകക്ഷികളാണത് കൈകാര്യം ചെയ്യുന്നത്. അതിൽ തെറ്റൊന്നുമുണ്ട്, കാരണം ഘടകകക്ഷികൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഇവിടെ വേറെ അത്ഭുതങ്ങളൊന്നും കുഴപ്പങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഞാൻ ഒരു ഡാറ്റ പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ എന്തായാലും വളരെ ഗൗരവതരമായ ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ SNDP വേഴ്സസ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഗവൺമെൻറ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. SN ട്രസ്റ്റുകൾക്ക് കീഴിലുള്ള കോളേജുകളിൽ സർക്കാർ നോമിനിയെ കൊടുക്കാൻ വൈകുന്നു എന്നുള്ളതാണ് SN ട്രസ്റ്റുകാരുടെ ആക്ഷേപം. എന്നാൽ സർക്കാരിലേക്ക് ഫയൽ അയച്ചാൽ അതിനൊരു നടപടിക്രമമുണ്ടെന്നും ആ നടപടിക്രമം അനുസരിച്ച് കൃത്യമായി അർഹതയുള്ള എല്ലാവർക്കും കൊടുക്കുമെന്നുമാണ് റെജി ജോൺ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അർഹതയുള്ളവർക്ക് കൊടുക്കും, അർഹതയുടെ മാനദണ്ഡം നോക്കി നിർബന്ധമായും കൊടുത്തിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ SN ട്രസ്റ്റുകാർ സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിൽ മതസംഘടനകളും ജാതി സംഘടനകളും രാഷ്ട്രീയ ഭരണവുമായി എല്ലാ കാലത്തും വിഹിതവും അവിഹിതവും നല്ലതും ചീത്തയും മോശവും ഒക്കെ ആയ വലിയ ബന്ധങ്ങളുണ്ട്. മതസംഘടനകൾ പറയുന്ന ആളുകളെ തന്നെ പല സ്ഥലങ്ങളിലും പോസ്റ്റ് ചെയ്യണം. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ കേരള യൂണിവേഴ്സിറ്റി ഹിന്ദു, കോട്ടയം യൂണിവേഴ്സിറ്റി ക്രിസ്ത്യാനി, കാലിക്കട്ട് യൂണിവേഴ്സിറ്റി മുസ്ലിം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കാലവും ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പോയി. ഇപ്പോൾ അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. കുറച്ചുകൂടി മെരിറ്റിലേക്ക്, പാർട്ടിക്കാരായിരിക്കും എന്നുള്ളതേ ഉള്ളൂ, എന്നാലും ഒരു മെരിറ്റിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും വളരെ വലിയ തർക്കത്തിലേക്കാണ് SNDPയും നമ്മുടെ ഗവൺമെൻറ്റും തമ്മിൽ എത്തിയിരിക്കുന്നത്. NSS ഇതിനിടയ്ക്ക് തന്നെ കൊമ്പ് കൊരുത്തിട്ടുണ്ട്. സുകുമാരൻ നായർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ പ്രകടനങ്ങൾ കേരളത്തിൽ നടന്നു. ഗവൺമെൻറ്റിനെതിരെ ശക്തമായ മുദ്രാവാക്യമൊക്കെ വിളിച്ചുകൊണ്ടാണ് NSSൻ്റെ പ്രകടനം നടന്നത്. NSS സുകുമാരൻ നായരും VD സതീശൻ മുഖ്യമന്ത്രിയും തമ്മിലൊക്കെ വല്ലാതെ മാനസികമായി അകന്നു. അതിനിടയിലാണ് അടുത്ത വെടി പൊട്ടിച്ചിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ കണിച്ചക്കുളങ്ങര എന്നുള്ള വെടി പൊട്ടിയിട്ടുണ്ട്. അത് SN ട്രസ്റ്റിലെ നോമിനികളെ കൊടുക്കുന്നതിൽ, അതായത് അധ്യാപക നിയമത്തിനും അനധ്യാപക നിയമത്തിനുമൊക്കെ നോമിനികളെ, സർക്കാർ നോമിനിയുണ്ട്, ആ നോമിനിയെ കൊടുക്കുന്നതിലുള്ള കാലതാമസമാണ് എന്നതാണ് വാർത്ത. പക്ഷേ അങ്ങനെ ഒരു കാലതാമസമില്ല. അത് കൃത്യമായൊരു പ്രൊസീജിയറൽ താമസം, ഡിലേ ആണ്. പ്രൊസീജിയറാകുമ്പോൾ പ്രൊസീജിയറിന് ടൈമുണ്ട്. രാവിലെ കൊടുത്ത് ഉച്ചയ്ക്ക് ചുട്ടപ്പം പപ്പടം പൊള്ളിക്കും പോലെ ഫയൽ ഇറക്കാൻ പറ്റില്ല. അതിനൊരു നടപടിക്രമവും സമയവും ഒരു അന്വേഷണവും ഒരു നോക്കലും പരിശോധനയൊക്കെ ഉണ്ട്. അപ്പോൾ അത് മാത്രമേ എടുക്കുന്നുള്ളൂ എന്നതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണം. എന്തായാലും ബന്ധം വഷളായി. അങ്ങനെ NSSുമായും SNDPയുമായും ബന്ധം വഷളാകുന്നു. അപ്പോൾ തന്നെ ക്രിസ്തീയ സഭകളും മുസ്ലിം സംഘടനകളുമായിട്ടുള്ള ബന്ധം ഊഷ്മളമാവുകയും ചെയ്യുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരള രാഷ്ട്രീയത്തിൽ ന്യൂനപക്ഷങ്ങൾ UDFനോടൊപ്പം അടിയുറച്ച് നിൽക്കുമ്പോൾ ഭൂരിപക്ഷ സമുദായത്തിലെ 2 പ്രധാനപ്പെട്ട ജാതി സംഘടനകൾ കൃത്യമായി അകലങ്ങളിലേക്ക് പോകുന്നു. ഈ അകലങ്ങളിലേക്കുള്ള പോക്ക് ഗുണം ചെയ്യുന്നത് BJPക്കാണോ അതോ വീണ്ടും വരും കാലങ്ങളിൽ CPMനാണോ? അതിപ്പോൾ പറയാനാകില്ല. കാരണം ശക്തമായി 3-ാം സ്ഥാനത്ത് BJP ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു കാലം കൂടി കഴിഞ്ഞാൽ, സുകുമാരൻ നായരുടെ കാലമൊക്കെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ വ്യത്യാസം ഈ സംഘടനകളിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളോടുള്ള സമീപനത്തിൽ വരും. ഒരുപക്ഷെ പല വിഭാഗങ്ങളും ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ടായാലും അത്ഭുതമില്ല. BJPയും തക്കം പാർത്തിരിക്കുന്നുണ്ട്. CPMും
കൃത്യമായി തക്കം പാർത്തിരിക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് എവരുടെയൊന്നും വലിയ പിന്തുണ ഇല്ലാതെ, അതായത് പരസ്യമായ പിന്തുണ ഇല്ലാതെയാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായത്. അതിൻ്റെ ഒരു മെച്ചം അദ്ദേഹം കാണിക്കുന്നുമുണ്ട്. ഇവരെയൊന്നും മൈൻഡ് ചെയ്യുന്നുമില്ല. പക്ഷേ എല്ലാവരും സമവായത്തിൽ പോകേണ്ടത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അനിവാര്യവുമാണ്.